മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രതികളെ പൂർണ്ണമായും പിടികൂടുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉയർത്തുന്നത്. വലിയ പോലീസ് സന്നാഹം പൂക്കോട് സർവകലാശാലയിൽ ഇപ്പോഴുണ്ട്. പൂക്കോട് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസും KSUവും യൂത്ത് ലീഗും MSFും സമരത്തിലാണ്. ഇപ്പോൾ പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന്
ഇപ്പോൾ പൂക്കോട് സർവകലാശാലയിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ് MSFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് മുദ്രാവാക്യം വിളിക്കുന്നു. മറുവശത്ത് പ്രവർത്തകരെ അന്വയിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പോലീസുമായി വാക്കുതർക്കവും ഒരു തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. മുബഷീറുണ്ട് വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് സാഹചര്യം? പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് MSF നടത്തിയ മാർച്ചാണ്. ഇതൊരു പ്രതിഷേധ മാർച്ചാണ് നടത്തുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ്. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു പ്രവർത്തകർ. ദീപക് മലയമ്മയുടെ വിശദാംശങ്ങളുമായി. ദീപക്, പ്രതിഷേധം ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ്? ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നത് ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണുന്നു. ദീപക്, ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ ഒരു തരത്തിലും പിന്മാറാനുള്ള ഒരു സാധ്യത MSF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കാണുന്നില്ല. പോലീസിനെ വെല്ലുവിളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? ആര്യ പൂക്കോട് വെറ്ററിനറി കോളേജിലേക്ക് MSFന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ ജലപീരങ്കിയായിരുന്നു ആദ്യം ഉപയോഗിച്ചത്. പിന്നീട് പോലീസിന് നേരെ പ്രവർത്തകർ വടികളും കുപ്പികളും വലിച്ചെറിഞ്ഞു. പോലീസിനെതിരെ പ്രതിഷേധമുണ്ടാവുന്ന ദൃശ്യങ്ങളുണ്ടായി. പിന്നീട് ബാരിക്കേഡ് പൊളിച്ചാണ് അവർ അകത്ത് കയറിയത്. ആ സമയത്താണ് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നിരുന്നു. അതിനിടയിലാണ് ഈ സംഘർഷം നിയന്ത്രിക്കാൻ ശ്രമിച്ച പോലീസുകാരെ ഉൾപ്പെടെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. ആര്യ, പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലേക്ക് MSF പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. സെക്യൂരിറ്റി സർവീസ് അല്ല ഡീനിന്റെ പണി. എന്താണോ നിന്റെ പണി? SFI-കാരന്റെ ആസനം താങ്ങലാണോ നിന്റെ പണി? സെക്യൂരിറ്റി സർവീസ് അല്ല പണി എന്ന് പറഞ്ഞിട്ട് നീ നിന്നല്ലോ. സെക്യൂരിറ്റി സർവീസായി നിന്നല്ലോ. SFI-യുടെ കൊലയാളികൾക്ക് വേണ്ടിയിട്ട് നിന്നില്ലേ? ഡീൻ പറയാണ്, ക്യാമറന്റെ മുമ്പിൽ വലിയ ആളായിട്ട് പറയാണ്, എനിക്കാണ് ചാർജ്, പക്ഷെ ഞാൻ അവിടെ പോകാറില്ല. പിന്നെ അസിസ്റ്റന്റ് ഡീനാണ് ചാർജ്, അയാളോട് പോകാറില്ല. പിന്നെ റെസിഡന്റ് ട്യൂട്ടറുണ്ട്, അയാളും അങ്ങോട്ട് പോകാറില്ല. ഒരാള് തന്റെ ചുമതലയില് പൂർണ്ണമായ വീഴ്ച വരുത്തിയിട്ട് അയാൾ മാധ്യമങ്ങളോട് അഭിമാനപൂർവ്വം പറയാണ്, ഞാൻ ഒന്നും ചെയ്യാറില്ല, എന്റെ ചുമതല ഒന്നും ചെയ്യാറില്ല. ആ ഡീനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ യൂണിവേഴ്സിറ്റിയോട്, അയാൾ ഇവിടെ നിയമിച്ച യൂണിവേഴ്സിറ്റിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ വയനാട് ജില്ലയിലെ വെറ്റിനറി സർവകലാശാല മാത്രമല്ല, വേറൊരു സർവകലാശാല കൂടി ഈ വയനാട്ടിലുണ്ട്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ